പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 15 വെള്ളി. പ്രധാന വാർത്തകൾ. വടക്കൻ ബാത്തിനയിലെ സുഹാർ വിലായത്തിൽ വിൽപ്പനയ്ക്ക് വെച്ച ഉപയോഗശൂന്യമായ 75 കിലോഗ്രാം മത്സ്യം പിടിച്ചെടുത്തു. പ്രദേശത്തെ വാണിജ്യ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും അളവിലുള്ള മത്സ്യം കണ്ടെടുത്തത്. സംഭവത്തിൽ നിയമ നടപടികൾ സ്വീകരിച്ചു. വിൽപ്പനയ്ക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്നും നിയമം ലംഘിക്കുന്നവരെ കണ്ടെത്തുന്നതിന് പരിശോധന തുടരുമെന്നും വടക്കൻ ബാത്തിന നഗരസഭ പ്രസ്താവനയിൽ അറിയിച്ചു. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് മന്ത്രാലയം എക്സിൽ അറിയിച്ചു. ഒമാൻ സന്ദർശിക്കുന്ന ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തി. അൽബർക്ക പാലസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സുൽത്താനും ഒമാനി ജനതയ്ക്കുമുള്ള ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ആശംസകൾ അൽ സയാനി അറിയിച്ചു. ഹമദ് രാജാവിനും ബഹ്റൈനിലെ ജനങ്ങൾക്കും സുൽത്താൻ ഹൈതം ബിൻ താരിഖും ആശംസകൾ നേർന്നു. പ്രാദേശിക സംഭവവികാസങ്ങൾ, ഗൾഫ് അന്തർദേശീയ വിഷയങ്ങൾ, സുൽത്താനേറ്റും ബഹ്റൈനും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള വഴികൾ എന്നിവയുൾപ്പെടെ പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ഇരുപക്ഷവും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി, ബഹ്റൈൻ ക്യാബിനറ്റ് മന്ത്രി ഫൈസൽ അൽ മാൽക്കി, ബഹ്റൈൻ അംബാസഡർ ഡോക്ടർ ജുമാ ബിൻ അഹമ്മദ് അൽ ഖാബി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ലോകകപ്പ് യോഗ്യത മൂന്നാം റൗണ്ടിലെ നിർണായക മത്സരത്തിൽ ഒമാന് വിജയം. സുൽത്താൻ കാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന മത്സരത്തിൽ ഫലസ്തീനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചാണ് റെഡ് വാരിയേഴ്സ് വീണ്ടും വിജയ വഴിയിൽ തിരിച്ചെത്തിയത്. മത്സരം ഗോൾ രഹിത സമനിലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ 83-ാം മിനിറ്റിൽ മുഹ്സിൻ അൽ ഖസാനിയാണ് സുൽത്താനേറ്റിന് വേണ്ടി വിജയ ഗോൾ നേടിയത്. ഇതോടെ അടുത്ത റൗണ്ടിലേക്ക് ഗ്രൂപ്പിൽ നിന്ന് നേരിട്ട് യോഗ്യത നേടാമെന്നുള്ള ഒമാന്റെ പ്രതീക്ഷയും നിലനിർത്താനായി. ആദ്യ പകുതിയിൽ ഗോളൊന്നും അടിക്കാതെ ഇരു ടീമുകളും പിരിയുകയായിരുന്നു. സ്വന്തം കാണികൾക്ക് മുന്നിൽ മികച്ച വിജയം പ്രതീക്ഷിച്ച് ഇറങ്ങിയ ഒമാനെ പ്രതിരോധ കോട്ട കെട്ടി വരിഞ്ഞു മുറുക്കുകയായിരുന്നു ഫലസ്തീൻ. കൊണ്ടും കൊടുത്തായിരുന്നു ഇരു ടീമുകളും മുന്നേറിയത്. റെഡ് വാരിയേഴ്സിന്റെ പല മുന്നേറ്റങ്ങളും ഫലസ്തീൻ പ്രതിരോധത്തിൽ തട്ടി അകന്നു പോകുകയായിരുന്നു. ഇതിനിടയ്ക്ക് ചില കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഒമാനെ വിറപ്പിക്കാനും എതിരാളികൾക്കായി. ആദ്യ പകുതിയിൽ ഏറെ സമയം പന്ത് ഒമാൻ കൈവശം വച്ചെങ്കിലും 2 ഷോട്ട് മാത്രമാണ് ഉതിർത്തത്. ഫലസ്തീനാകട്ടെ 7 പ്രാവശ്യം ഉതിർത്തു. മധ്യനിരയിലൂടെ ഒമാൻ മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ഗോൾ മാത്രം നേടാനായില്ല. രണ്ടാം പകുതിയിൽ ജീവൻ മരണ പോരാട്ടത്തിനായിരുന്നു ഇരു ടീമുകളും ഇറങ്ങിയത്. ഇതിന്റെ വീറും വാശിയും കളത്തിൽ കാണാമായിരുന്നു. കളി അവസാന മിനിറ്റുകളിലേക്ക് നീങ്ങവേ മുഹ്സിൻ അൽ ഖസാനിയിലൂടെ ഒമാൻ വിജയം തട്ടിയെടുത്തു. ഗ്രൂപ്പ് ബിയിൽ 5 കളിയിൽ നിന്ന് 15 പോയിന്റുമായി ദക്ഷിണ കൊറിയ ഏറെക്കുറെ അടുത്ത റൗണ്ടിലേക്കുള്ള സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. 8 പോയിന്റ് വീതമുള്ള ജോർദാനും ഇറാഖുമാണ് യഥാക്രമം 2ഉം 3ഉം സ്ഥാനത്തുള്ളത്. 6 പോയിന്റുമായി ഒമാൻ 3-ാം സ്ഥാനത്താണ്. 4ഉം 5ഉം സ്ഥാനത്ത് കുവൈത്തും ഫലസ്തീനുമാണ്. ഒമാന്റെ അടുത്ത മത്സരം നവംബർ 19-ന് സുൽത്താൻ കാബൂസ് സ്റ്റേഡിയത്തിൽ ഇറാഖിനെതിരെയാണ്. മസ്കത്തിനും സലാലയ്ക്കുമിടയിൽ പറക്കാൻ ഇനി 9.900 ഒമാനി റിയാൽ മതി. ഒമാന്റെ ബജറ്റ് വിമാനമായ സലാം എയർ ആണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മസ്കത്ത് സലാല റൂട്ടിൽ യാത്രയ്ക്ക് സൗകര്യമൊരുക്കുന്നത്. അടുത്ത മാസം 1 മുതലാണ് ഈ നിരക്ക് നിലവിൽ വരികയെന്ന് സലാം എയർ അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. ഹാൻഡ് ലാഗേജ് മാത്രമാണ് ഈ നിരക്കിൽ കൊണ്ടുപോകാനാകുക. കുറഞ്ഞ കാലത്തേക്കുള്ള പ്രമോഷന്റെ ഭാഗമായല്ല ഇതൊന്നും. എല്ലാവർക്കും കുറഞ്ഞ നിരക്കിൽ യാത്രാ സൗകര്യം ഒരുക്കുന്നതിനുള്ള സലാം എയറിന്റെ നിരന്തരമായ പ്രതിബദ്ധതയിലൂടെ ചുവടുവെപ്പ് ആണെന്നും അധികൃതർ അറിയിച്ചു. വളരെ കുറഞ്ഞ നിരക്കിലൂടെ എല്ലാവർക്കും താങ്ങാനാവുന്ന തരത്തിൽ വിമാനങ്ങൾ നൽകി മസ്കത്തിനും സലാലയ്ക്കുമിടയിൽ കൂടുതൽ യാത്രകൾ പ്രോത്സാഹിപ്പിക്കാനാണ് സലാം എയർ ലക്ഷ്യമിടുന്നത്. ചെലവ് കുറഞ്ഞ ബിസിനസ് പുനഃസ്ഥാപിക്കുന്നതിന് സ്വീകരിക്കുന്ന നിരവധി നടപടികളിൽ ഒന്ന് മാത്രമാണ് സലാലയിലേക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ഒരുക്കിയിട്ടുള്ളതെന്ന് സലാം എയറിന്റെ
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്രിയാൻ ഹാമിൽട്ടൺ മാൻസ് പറഞ്ഞു. യാത്രക്കാർക്ക് കൂടുതൽ താങ്ങാനാവുന്ന യാത്രാ ഓപ്ഷനുകൾ നൽകുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് അവരുടെ യാത്രകൾ ആവശ്യങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കാൻ അനുവദിക്കുന്ന കുറഞ്ഞ ചെലവ് മോഡൽ വികസിപ്പിക്കുന്നതിനുള്ള സലാം എയറിന്റെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ പുതിയ നിരക്ക്. യാത്ര കൂടുതൽ താങ്ങാനാവുന്ന നിരക്കിൽ നൽകാൻ സലാം എയർ പ്രതിജ്ഞാബദ്ധമാണെന്നും അധികൃതർ വ്യക്തമാക്കി. സലാം എയറിന്റെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, ട്രാവൽ ഏജൻസികൾ എന്നിവ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. രാജ്യം 54ാമത് ദേശീയ ദിനാഘോഷങ്ങളിലേക്ക് കടന്നതോടെ നാടും നഗരവും വർണ്ണശോഭയിൽ. റോയൽ ഒപ്പേറ ഹൗസ് ഉൾപ്പെടുന്ന നഗരത്തിലെ വിവിധ കെട്ടിടങ്ങളാണ് മൂവർണ്ണ നിറങ്ങളിൽ മിന്നുന്നത്. വാണിജ്യ സ്ഥാപനങ്ങളും ബഹുനില കെട്ടിടങ്ങളുമെല്ലാം പതാക നിറങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. ഇതോടെ രാത്രികാലങ്ങളിൽ നഗരത്തിന്റെ മൊഞ്ചേറുകയാണ്. ആഘോഷങ്ങളുടെ ഭാഗമായി ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ദിവസങ്ങൾക്ക് മുമ്പ് ദേശീയപാതകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഒമാന്റെ തീരപ്രദേശങ്ങളിലും മുസന്തം ഗവർണറേറ്റിലും ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഭാഗികമായിട്ടാകും മഴ ലഭിക്കുക. മഴയെത്തുന്ന പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ താപനില താഴുകയും ചെയ്യും. അതേസമയം രാജ്യത്തെ മുഴുവൻ ഗവർണറേറ്റുകളിലും താപനില താഴുകയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സലാലയിൽ കൂടുതൽ ശീതകാല വിമാന സർവീസുകളെത്തും. താഷ്കന്റിൽ നിന്നും നേരിട്ടുള്ള ആദ്യ വിമാനം സലാല വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം എത്തി. വാട്ടർ സല്യൂട്ട് നൽകി വിമാനത്താവളം അധികൃതർ വരവേറ്റു. ശീതകാലത്ത് കൂടുതൽ വിനോദസഞ്ചാരികളെ ധോഫാറിലേക്ക് ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തിലാണ് പുതിയ വിമാന സർവീസുകൾ ഉൾപ്പെടെ ആരംഭിക്കുന്നത്. യൂറോപ്പ്, മധ്യേഷ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ വരും ദിവസങ്ങളിൽ സലാലയിൽ എത്തും. മസ്കത്ത് കലാലയം സാംസ്കാരിക വേദി ഒമാൻ നാഷണൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 14ാമത് എഡിഷൻ പ്രവാസി സാഹിത്യോത്സവ് ഇന്ന് അൽ-ഹൈലിൽ നടക്കും. രാവിലെ 8:30 മുതൽ പ്രിൻസ് പാലസിൽ കലാമാമാങ്കത്തിന് തുടക്കം കുറിക്കും. സാംസ്കാരിക സമ്മേളനം വൈകിട്ട് 7 മണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്യും. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് തിരഞ്ഞെടുത്ത സെക്ടറുകളിലേക്ക് സൂപ്പർ സെയിലുമായി ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ. വെറും 28 റിയാലിന് ജനപ്രിയ സ്ഥലങ്ങളിലേക്ക് യാത്ര നടത്താനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും നവംബർ 18, 19 തീയതികളിൽ ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും ആനുകൂല്യം ലഭിക്കുകയെന്നും ഒമാൻ എയർ അറിയിച്ചു. മാലിദ്വീപ്, സൂറിച്ച്, മിലാൻ, ഫുക്കറ്റ്, മോസ്കോ, റോം എന്നിവയുൾപ്പെടെയുള്ള എയർലൈനിന്റെ നെറ്റ്വർക്കിലുടനീളം യാത്രക്കാർക്ക് ഈ ഓഫർ ആസ്വദിക്കാവുന്നതാണ്. വൺ വേക്കും റിട്ടേണും പ്രൊമോഷൻ ലഭ്യമാണ്. യൂറോപ്പ്, ഫാർ ഈസ്റ്റ്, ആഫ്രിക്ക, GCC, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നിവിടങ്ങളിലുടനീളമുള്ള ചില നഗരങ്ങളിലേക്കും നിരക്കിൽ യാത്ര നടത്താൻ കഴിയും. ഈ ഓഫറിൽ നവംബർ 25 മുതൽ ഡിസംബർ 16 വരെയും 2025 ജനുവരി 20 മുതൽ മാർച്ച് 24 വരെയും ആണ് യാത്ര നടത്താനാകുക. ഓഫറിൽ ഇന്റർലൈൻ അല്ലെങ്കിൽ കോഡ് ഷെയർ ഫ്ലൈറ്റുകൾ ഉൾപ്പെടുന്നില്ലെന്നും മറ്റ് നിബന്ധനകളും വ്യവസ്ഥകളും ബാധകമാണെന്നും അധികൃതർ അറിയിച്ചു. ഒമാൻ എയർ വെബ്സൈറ്റിലൂടെയും ഒമാൻ എയർ മൊബൈൽ ആപ്പിലൂടെയും ട്രാവൽ ഏജൻസികൾ മുഖേനയും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഹരിത ഇടങ്ങൾ വർദ്ധിപ്പിക്കാനും ദുഃഖമിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ വനവത്കരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാനും പ്രത്യേക സാമ്പത്തിക മേഖല അതോറിറ്റി നടത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. പ്രദേശത്ത് ഒമാൻ കാർഷിക ദിനം ആഘോഷത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടീൽ പരിപാടി സംഘടിപ്പിച്ചു. അൽസാദ് ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും ദുഃഖമിലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ പങ്കാളിത്തത്തോടെ ഒക്യുഗ്യാസ് നെറ്റ്വർക്കുകളുടെയും മറാഫിക് സെൻട്രലിന്റെയും പിന്തുണയോടെ മേഖലയിലെ ഹരിത പരിസ്ഥിതി വികസനവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ വർഷം 5000 മരങ്ങൾ നട്ടുപിടിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. ഇതിൽ 85% പൂർത്തീകരിച്ചതായി മാനേജ്മെന്റ് അധികൃതർ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.